ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വാഞ്ചയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കുന്ന ഒരു ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. താൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്: കർത്താവെ, ആണ്ടുകൾ കഴിയുന്നതിന് മുന്നമേ, വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നതിന് മുന്നമേ കർത്താവെ, അങ്ങയുടെ പ്രവൃത്തിയെ അങ്ങ് ജീവിപ്പിക്കണമേ. അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നു: ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വാഞ്ചയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ വർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ നമുക്കും കർത്താവിനോട് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ അങ്ങയുടെ പ്രവൃത്തി ഒന്ന് ജീവിപ്പിക്കണമേ, അതിനെ ഒന്ന് വെളിപ്പെടുത്തണമേ. ആമേൻ. സ്വതം അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാരാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. 3-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് വരുമ്പോൾ പ്രകൃതി എപ്രകാരം പ്രതികരിക്കുന്നു, പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അപ്പോൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഓരോ മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവിടെ പ്രവാചകൻ എടുത്തു പറയുന്നത്. കർത്താവ് കടന്നു വരുമ്പോൾ പർവ്വതങ്ങൾ അത് കണ്ടു വിറയ്ക്കുകയാണ്, വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു, ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു ഇത്യാദി തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും പ്രവാചകൻ 16-ാമത്തെ വാക്യം വരെ എടുത്തു പറയുന്നുണ്ട്. 17-ാമത്തെ വാക്യം വളരെ സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. 6 കൂട്ടം കാര്യങ്ങൾ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെല്ലാം കാണിക്കുന്ന ഒറ്റയൊരു വിഷയം, ആമേൻ, ചില ശൂന്യതകളാണ്. അല്ലെങ്കിൽ ആമേൻ, പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് ചില നിരാശയുടെ അനുഭവങ്ങൾ, ചില വേദനയുടെ അനുഭവങ്ങളാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇല്ലായ്മയെ കുറിച്ചാണ് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നത്. ഒരു വിധത്തിൽ അത്തിവൃക്ഷത്തിൽ ആമേൻ ഒരു അനുഭവമില്ല, മുന്തിരിവള്ളിയിൽ ഒരു അനുഭവമില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോവുകയാണ്. പുറമേ നോക്കുമ്പോൾ, സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം ആമേൻ അസംഭവമാണ്, സാധ്യതയില്ലാത്ത ഒരു മേഖലയിലാണ് പ്രവാചകൻ നിൽക്കുന്നത്. പക്ഷേ അവിടെ ഇങ്ങനെ 18-ാമത്തെ വാക്യത്തിൽ താൻ പറയണം: എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോഴും തനിക്ക് പറയുവാനുള്ളത്: ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, പുറമോട്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മുന്നോട്ട് നോക്കുമ്പോൾ എല്ലാം നമുക്ക് ഒരുപക്ഷെ അസാധ്യമെന്ന് തോന്നിയേക്കാം. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു അനുഭവം പോലെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇന്നായിരിക്കുന്നത്. പ്രവാചകൻ ആമേൻ തന്റെ ചുറ്റിലേക്ക് നോക്കുമ്പോൾ എല്ലാം അസാധ്യമാണ്. പക്ഷേ താൻ ദൈവസന്നിധാനത്തിൽ പറയുന്നൊരു പദം ഇങ്ങനെയാണ്: ഞാൻ യഹോവയെങ്കിൽ ആനന്ദിക്കും. നമുക്ക് കർത്താവെങ്കിൽ ആനന്ദിപ്പാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ആനന്ദിപ്പാൻ കഴിയുന്നത് കർത്താവിന്റെ സന്നിധി മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും താൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. തന്റെ ജീവിതത്തിൽ പ്രതികൂലമാണ്, പ്രതിസന്ധിയാണ്, കാരാഗ്രഹത്തിന്റെ അവസ്ഥയാണ്. ആമേൻ. പുറമേ നോക്കുമ്പോൾ, സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നും അനുകൂലമല്ല. പക്ഷേ ആമേൻ തനിക്കൊരു ഉറപ്പുണ്ട്. ആമേൻ, സന്തോഷിപ്പാൻ കഴിയുന്നത് അത് ദൈവത്തിന്റെ സന്നിധി മാത്രമാണ്, ആനന്ദിപ്പാൻ കഴിയുന്നത് കർത്താവിന്റെ സന്നിധി മാത്രമാണ്. ഇവിടെ ഈ പ്രവാചകനോട് ചേർന്ന് നമുക്കും പറയുവാൻ കഴിയുമോ? എങ്കിലും ആമേൻ, പ്രതികൂലമാണെങ്കിലും പ്രതിസന്ധിയാണെങ്കിലും ഞാൻ യഹോവയെങ്കിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിങ്കൽ ഘോഷിച്ചുല്ലസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്, നിന്റെ വലതു ഭാഗത്ത് പ്രമോദങ്ങളുണ്ട്. അതേ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ മാത്രമാണ് നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ളത്. പുറമോട്ട് നോക്കുമ്പോൾ എല്ലാം പ്രതികൂലമാണെങ്കിലും, സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ അസാധ്യമാണെങ്കിലും കർത്താവിൽ സന്തോഷിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.